മാധവേട്ട, എന്താ മാധവേട്ട? എന്താ? ഒന്നുമില്ല. ഇത്തിരി മാധവേട്ട, എന്താ? മാധവേട്ട, എന്തു പറ്റും മാധവേട്ട? കുഴപ്പമൊന്നുമില്ല. മാധവേട്ട, എന്തു പറ്റി? എന്തു പറ്റി മാധവേട്ട? പറയാം. എന്റെ ഈശ്വരൻ കാത്തോളെ. സോമ, കരയാതെ, വിഷമിക്കല്ലേ. അതെ, ശങ്കരനെ സുഖപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. കരയില്ലെന്നേ, വിഷമിക്കാതെ. അമ്മേ, അച്ഛൻ പോയി. ശങ്കരേട്ടാ, അയ്യോ അയ്യോ, ശങ്കരേട്ടാ, മോനെ പോയില്ലേ? സോമ, നമ്മുടെ ശങ്കരൻ എത്ര വർഷത്തെ ബന്ധമായിരുന്ന അവനുമായി. ഈശ്വരൻ ഇത്രയ്ക്ക് ക്രൂരനാകരുത്. ഇത്ര പെട്ടെന്ന് അവനെ. സോമ, നമ്മളിനി എന്ത് ചെയ്യും? ഈ അപകടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലേ മാധവ? ഇനി ശങ്കരന് കൊടുത്ത പണം തിരികെ കിട്ടുമോ? വന്ദനയുടെ വിവാഹത്തിനുള്ള പണം ഇനി എവിടെ നിന്നുണ്ടാക്കും? ശങ്കരനോടൊപ്പം അതും പോയില്ലേ? സോമ, ചന്ദ്രിക, ആര് പണം കടം കൊടുത്ത കാര്യം സോമേട്ടൻ പറഞ്ഞത്? അല്ല ചന്ദ്രികയെ, അത് ശങ്കരൻ തൈവേലിക്കകത്ത് ഉണ്ണിച്ചേട്ടന് കടം കൊടുത്ത കാശിന്റെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. Morning, good morning. Good morning, sir. Morning. Good morning, sir. Morning. Good morning. Good morning. Morning, Morning, sir. morning. Morning, sir. Morning. Good morning, sir. Good morning. വന്ദനമ്മേ,
ഓഫീസിൽ വന്ന് വന്ദനെ കാണണമെന്ന് ദിയമോക്ക് ഒരേ നിർബന്ധം. അതുകൊണ്ടാണ് ദിയമോളെ കൂടെ കൂട്ടിയത്. വന്ദനാമ്മേ, അച്ഛൻ കള്ളം പറയാ. ഓഫീസിൽ വന്ന് വന്ദനാമ്മയെ കാണണമെന്നും പറഞ്ഞ് അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. മോളിന്റെ സ്കൂളിൽ പോവാത്തെ? ഇന്ന് സ്കൂൾ അവധിയാ. വന്ദനാമ്മ എന്നാ നമ്മളെ വീട്ടിലേക്ക് വരുന്നത്? അമ്മ വരും, അധികം വൈകാതെ. നമ്മുടെ വിവാഹ വാർത്ത സ്റ്റാഫിനെ അറിയിക്കണ്ടേ? ഫ്രണ്ട്സ്, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. അധികം വൈകാതെ ഞാനും ഈ നിൽക്കുന്ന വന്ദനയുമായിട്ടുള്ള വിവാഹം നടക്കും. എല്ലാവരെയും അഡ്വാൻസ് ആയിട്ട് കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം പെട്ടെന്നാണ് എല്ലാം തീരുമാനിച്ചത്. അതുകൊണ്ട് മുൻകൂട്ടി നിങ്ങളൊന്നും അറിയിക്കാൻ കഴിഞ്ഞില്ല. സോറി. താങ്ക് യു. താങ്ക് യു. വിവാഹത്തിന്റെ ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല, എന്നാലും എല്ലാവരെയും മുൻകൂട്ടി ക്ഷണിക്കുകയാണ്. ഓക്കെ. വിവാഹ നിശ്ചയം പ്രമാണിച്ച് ഇന്ന് എല്ലാവർക്കും ഉച്ചഭക്ഷണം എന്റെ വക. എന്താണ് വേണ്ടെന്ന് നിങ്ങൾ പറ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? എന്റെ അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിനുള്ള ചെലവായിട്ട് എല്ലാവർക്കും എന്റെ വക ഐസ്ക്രീം. മാധവേട്ട, ചന്ദ്രു, നിന്നോട് ആലോചിക്കാതെ ഇന്നു വരെ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. മകളുടെ കല്യാണം നടത്താൻ മറ്റൊരു വഴിയുമില്ലെന്ന് പറഞ്ഞ് ശങ്കരൻ എൻ്റെ മുന്നിൽ നിന്ന് വാവിട്ട് നിലവിളിച്ചപ്പോൾ നീ എന്നോട് ക്ഷമിക്കണം. മാധവേട്ടൻ പറയാനുള്ള കാര്യം മൂന്നാമതൊരാൾ പറഞ്ഞ് ഞാൻ കേൾക്കുമ്പോ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്ന ആളല്ലേ. ഇത്രയും വലിയൊരു തുക കൂട്ടുകാരന് കടം കൊടുത്തത് മാത്രം എന്നോട് പറഞ്ഞില്ല. ബാങ്കിൽ പണം ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തില് കാര്യങ്ങൾ ഇത്രമാത്രം മുന്നോട്ട് പോയത്. ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കയറാൻ വേണ്ടി കൊടുത്ത പണമല്ലേ, അത് ചതിക്കില്ല. അതിന്റെ പുണ്യം നമ്മുടെ മക്കൾക്കുണ്ടാവും. മാധവേട്ടൻ വിഷമിക്കണ്ട. ശങ്കരന്റെ മകൻ നല്ല പയ്യനാ, അവനാ പണം മടക്കി തരും. ഒരു പക്ഷേ ആ പണം മടക്കി തന്നില്ലെങ്കിലോ? ചന്ദ്രു, നമ്മുടെ മോളുടെ കല്യാണം ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ഓക്കെ അച്ഛാ, ഞാൻ ചേച്ചിയുടെ ഓഫീസിലേക്ക് പോവാ. ചേച്ചിയും കൂട്ടി ഒരു കല്യാണ ഷോപ്പിംഗ്. അച്ഛാ, ടെൻഷൻ ഒന്നും വേണ്ട, കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കും. 2 ദിവസം കോളേജ് മുഴുവൻ ഇവിടെ കാണും. അത് പോരെ അച്ഛന്? നമുക്കെല്ലാം ചെലവ് ചുരുക്കി ചെയ്യാം. ഞാനെങ്കിൽ പോയിട്ട് വരാം. മാതൃകാ ദമ്പതികള് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാതെ ഹാപ്പി ആക്, റിലാക്സ്. ശ്രീവിദ്യാമ്മയാ? എടുക്ക്.
ഹലോ ആ ശ്രീവിദ്യമ്മേ. ഗുഡ് മോർണിംഗ്. വിവാഹത്തിന്റെ മുഹൂർത്തം കുറിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അറിയിച്ചില്ലല്ലോ ചന്ദ്രികാമ്മേ. അത് പിന്നെ മറ്റു ചില തിരക്കുകളിലായിപ്പോയി. നോക്കിയിട്ടുടനെ വിളിച്ചറിയിക്കാം. അറിയിക്കണം, വൈകിക്കരുത്. കല്യാണം നീട്ടിക്കൊണ്ടു പോകുന്നത് ഒട്ടും ഉചിതമല്ലെന്ന് തോന്നിയിട്ടാ പറയുന്നേ. ശരി ശ്രീവിദ്യമ്മേ, ഞങ്ങൾ ഇപ്പൊ തന്നെ ക്ഷേത്രത്തിലെ തിരുമേനിയെ കാണാൻ വേണ്ടി പോവാ. മുഹൂർത്തം കുറിപ്പിച്ച് ഉടനെ വിളിച്ചറിയിക്കാം. അധികം നീട്ടിക്കൊണ്ടു പോവാത്തൊരു തീയതി തന്നെ വേണം. ശരി. ഓ ശരി ശരി. രാജീവ് ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ വെക്കട്ടെ, പിന്നെ വിളിക്കാം. ആ ശരി. ആ പെട്ടെന്ന് മുഹൂർത്തം കുറിച്ച് അറിയിക്കണമെന്നാ ശ്രീവിദ്യമ്മ പറയുന്നത്. മുഹൂർത്തം കുറിച്ചുകൊണ്ട് എന്താ കാര്യം? കല്യാണം നടത്താൻ സാമ്പത്തികം ശരിയാവണ്ടേ? ആദ്യം മുഹൂർത്തം കുറിക്കാം, അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക കാര്യങ്ങൾ നോക്കാം. വാ, നമുക്ക് തിരുമേനിയെ കണ്ട് തീയതി കുറിച്ചിട്ട് വരാം. ഈ 2 ഗ്രഹനില വെച്ച് നോക്കിയാൽ 10ൽ 10 പൊരുത്തൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് മനപ്പൊരുത്തമാണല്ലോ പ്രധാനം. അത് വേണ്ടുവോളം ഉണ്ടെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. എന്നാലും ഈ ജാതകക്കാരുടെ വിവാഹത്തിനുള്ള തീയതിയും മുഹൂർത്തവും ഒത്തുവരുവാൻ ഇനിയും ഒരു 8 മാസം കൂടി എടുക്കും. 8 മാസം കൂടി കഴിഞ്ഞാൽ നല്ലൊരു മുഹൂർത്തമുണ്ട്. പകൽ 10നും 11നും മധ്യേ. അന്ന് ദേവിയുടെ തിരുനാൾ ദിവസം കൂടിയാണ്. ഓ, എല്ലാം കൊണ്ടും അത്യുത്തമം. അപ്പൊ 8 മാസത്തെ സാവകാശം കിട്ടും. അതിനുള്ളിൽ സാമ്പത്തിക കാര്യങ്ങൾ ഏതാണ്ട് ശരിയാവും. ആ ദിവസം മതി. അത് ശരിയാവില്ല. എത്രയും പെട്ടെന്നുള്ള ഒരു മുഹൂർത്തം തന്നെ വേണമെന്ന് ശ്രീവിദ്യമ്മ പറഞ്ഞത് മാധവേട്ടനും കേട്ടതല്ലേ? കല്യാണം നടന്നു കിട്ടാനുള്ള നല്ല ധൃതിയില്ല ശ്രീവിദ്യമ്മ. അവരോട് 8 മാസം എന്നൊക്കെ പറഞ്ഞു വൈകിച്ച അത് പ്രശ്നമാവും. വളരെ അടുത്തുള്ള മറ്റൊരു മുഹൂർത്തം ഒന്ന് നോക്കണം തിരുമേനി. നോക്കാം. ഇവരുടെ ജാതകപ്രകാരം നല്ലൊരു ശുഭമുഹൂർത്തമുണ്ട്. 4 ദിവസം കഴിഞ്ഞിട്ട്. 4 ദിവസം കഴിഞ്ഞോ? അതെ. പക്ഷേ ആ മുഹൂർത്തത്തിൽ വിവാഹം നടത്താൻ ചില പ്രതിസന്ധികളും കാണുന്നുണ്ട്. അത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരിക്കും. അതൊന്നുമല്ല, പ്രതിസന്ധിക്ക് പരിഹാരവുമുണ്ട്. ദേവീ നടയിൽ വധുവായ പെൺകുട്ടി വന്ന് ദീർഘസുമംഗലി പൂജ ചെയ്യണം. അത് ചെയ്യാൻ തിരുമേനി. എങ്കിൽ അന്നു തന്നെ ചെയ്യുന്നതാ ഉചിതം. തിരുമേനി, ആ മുഹൂർത്തം തന്നെ കുറിച്ചാ മതി. ആയിക്കോട്ടെ. എന്താ മാധവൻ നായരെ, അത് തന്നെ ആകാം അല്ലേ? ആയിക്കോട്ടെ. എന്നാ വരട്ടെ തിരുമേനി. എല്ലാം മംഗളമായി നടക്കട്ടെ. അമ്മേ ദേവീശ്വര. പോവാം. എടുത്തുചാട്ടമായി പോയി.
8 മാസത്തെ സമയം തന്നെ പോരാത്ത അവസ്ഥയിൽ നമ്മൾ 4 ദിവസം കൊണ്ട് പണം എവിടെ നിന്നുണ്ടാക്കും? ശങ്കരേട്ടന്റെ മോൻ പണം തിരിച്ചു തരൂന്നല്ലേ മാധവേട്ടൻ പറഞ്ഞത്? ആ, നമുക്ക് പോയി പണം ചോദിക്കാം. എന്തൊന്നും മിണ്ടാത്തെ? മരണം നടന്ന വീടല്ലേ, ഈ സമയത്ത് പോയി എങ്ങനെയാ പണം ചോദിക്കുന്നത്? ഒരു ഔചിത്യമൊക്കെ വേണ്ടേ? നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഈ സഹതാപുണ്ടല്ലോ, അതാ കാര്യങ്ങളെല്ലാം കുഴപ്പിച്ചത്. ആവശ്യക്കാരന് ഔചിത്യം പാടില്ല എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ മുമ്പിൽ പണത്തിന് വേറെ വഴിയില്ലല്ലോ, നമുക്ക് പോയി പണം ചോദിക്കാം. ശങ്കരേട്ടന്റെ അവസ്ഥ അറിഞ്ഞ് മാധവേട്ടൻ അവരെ സഹായിച്ചു. അതുപോലെ മാധവേട്ടന്റെ അവസ്ഥ അറിഞ്ഞ് അവരും നമ്മളെ സഹായിക്കും. അതിന് സമയവും കാലവും ഒന്നും നോക്കണ്ട. വാ. വേണ്ട, ഇരിക്കുമോളെ, ഇരിക്കും. വേണ്ട, ഇരുന്നോളൂ. വിഷമിക്കാതെ, വിഷമിക്കാതെ. എന്റെ മക്കളെ ഒറ്റയ്ക്കാക്കിയിട്ട് കൂട്ടുകാരൻ അങ്ങ് പോയില്ലേ സാറേ? കുടുംബത്തിന്റെ പിടിവള്ളിയാ പോയത്. ഞങ്ങൾക്കിനി ആരുണ്ട്? ഞാനിതെങ്ങനെ സഹിക്കും? ഇങ്ങനെ വിഷമിക്കല്ലേ. മോനൊന്ന് വന്നേ. വാ. ഇപ്പോ ചോദിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. ഞാൻ അത്യാവശ്യക്കാരനായിപ്പോയി. ആശുപത്രിയിൽ വച്ച് ശങ്കരൻ എനിക്ക് ചെക്ക് തരാൻ തുടങ്ങിയതാണല്ലോ. അപ്പോൾ ഞാനത് വാങ്ങിയില്ല. ഇപ്പോൾ ആ ചെക്ക് കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. തനിക്ക് തരാനുള്ള പണം ഇപ്പൊ തന്നെ തന്നേക്കാം. ഓനെ അതിലൊപ്പിട്ട് വെച്ചൊരു ചെക്ക് ലീഫുണ്ട്. അതൊന്നും ഇപ്പൊ വേണ്ട. എന്താ ശങ്കര ഇത്? ഈ സമയത്താണോ കാശിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? എടോ മാധവ, താനെന്നാ 10 ലക്ഷം രൂപ കടമായി തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ കല്യാണം നടത്താൻ കഴിയാതെ പോയേനെ. എന്താ നിങ്ങളീ പറയുന്നേ? ഏത് ചെക്കിന്റെ കാര്യം ചോദിക്കുന്നേ? അയ്യോ, ആ നിൽക്കുന്ന പൂജയുടെ വിവാഹം നടത്താൻ ശങ്കരന് ഞാൻ 10 ലക്ഷം രൂപ കടം കൊടുത്ത കാര്യം നിനക്കറിയാലോ. നിന്റെ അമ്മയോ അതിന് സാക്ഷിയാ. കൊള്ളാം, നല്ല കഥയായി. അമ്മേ, കേട്ടില്ലേ? ഇയാളിൽ നിന്നും അച്ഛൻ 10 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടെന്ന്. അമ്മ അതിന് സാക്ഷിയാണ് പോലും. പെങ്ങള്, എന്റെ മോള് വന്ദനയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുക. ഇനി 4 ദിവസമേ ഉള്ളൂ.
ചില്ലി കാശ് കയ്യിലില്ല. നിങ്ങളുടെ മോളുടെ കല്യാണാവശ്യത്തിന് തന്ന പണം എൻ്റെ മോളുടെ കല്യാണാവശ്യത്തിന് തിരിച്ചു തരണം. ചതിക്കരുത് നിങ്ങളെ. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളെ പോലെ മാന്യനായ ഒരാളിൽ നിന്നും ഇങ്ങനെയൊരു നട്ടാക്കുറിക്കാത്ത നുണ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്റെ ഭർത്താവിന് നിങ്ങൾ പണം കൊടുക്കുന്നതിന് ഞാൻ സാക്ഷിയാണെന്നോ? അയ്യോ. അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല. കള്ളമാണ് ഇയാള് പറയുന്നത്. ഇയാള് പറയുന്നതല്ല പച്ച കള്ളോ.